ഹലോ! ഇന്ന് നമ്മൾ ലെസൺ 11 ആണ് പഠിക്കുന്നത്. ഇതൊരു ഒരു ഭയങ്കര മാജിക്കൽ പോയമാണേ. ഇതിൽ 2 കുട്ടികൾ ഒരു മാജിക്കൽ ബോക്സ് തുറന്ന് അതിൽ നിന്ന് പുറത്ത് വരുന്ന സാധനങ്ങൾ ഒക്കെ കുറിച്ചിട്ടാണ് ഈ കവിത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വായിക്കാം നമുക്ക്. ലെസൻ്റെ പേരാണ് ഏക് ജാദുയി പിട്ടാര, ഒരു മാജിക്കൽ ബോക്സ്. അതാണ് ലെസൻ്റെ പേര്. एक पिटारा हमने खोला उसमें से निकला गप्पू गोला. എന്ന് വെച്ചാൽ ഒരു ബോക്സ് ഞങ്ങൾ തുറന്നു. ഹംനെ ഖോല എന്ന് വെച്ചാൽ ഞങ്ങൾ തുറന്നു. ഉസ്മേ സെ നിക്ല ഗപ്പു ഗോല, അതിൽ നിന്ന് പുറത്തു വന്നു. നിക്ല മീൻസ് പുറത്തു വന്നു. ഗപ്പു ഗോല, ഗപ്പു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഗോലയ്ക്കൊരു പേര് കൊടുത്തിരിക്കുന്നതാണ് ഗപ്പു. ഗോല എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്ന ഒരു സാധനം. गोले पर जब बांधी सुतली लगा नाचने बन कठपुतली. അപ്പോൾ ഗോലെ പർ എന്ന് വെച്ചാൽ ആ ഉരുണ്ടിരിക്കുന്ന സാധനത്തിൽ ജബ് ബാന്ധി സുത്തലി, സുത്തലി എന്ന് വെച്ചാൽ സ്ട്രിങ്, ഒരു കോട്ടൺ നൂല്, അതിനാണ് സുത്തലി എന്ന് പറയുന്നത്. ഹിന്ദിയിൽ കോട്ടണിന് സൂത്ത് എന്ന് പറയും. അപ്പോൾ കോട്ടൺ വെച്ചുണ്ടാക്കിയിരിക്കുന്ന നൂലായതുകൊണ്ട് സുത്തലി. അപ്പോൾ ആ കോട്ടൺ നൂല് ഈ ഉരുണ്ടിരിക്കുന്ന സാധനത്തിൽ കെട്ടിയപ്പോൾ, ജബ് ബാന്ധി, ബാന്ധന മീൻസ് കെട്ടുക, അങ്ങനെ കെട്ടിയപ്പോൾ ലഗാ നാച്നെ ബൻ കട്ടുപുത്തല. ലഗാ നാച്നെ എന്ന് വെച്ചാൽ നാച്നെ ലഗ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. എങ്ങനെ? ബൻ കട്ട്പുത്തല, ബൻ കട്ട്പുത്തലി. കട്ട്പുത്തലി എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാവ, മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാവേനെ പോലെ മാറിയിട്ട് അത് ഡാൻസ് കളിക്കാൻ തുടങ്ങിയെന്ന്. കട്ട്പുത്തലീനെ ഗാഡേ ഖൂണ്ട് ഉസ്മേ നിക്ലെ 900 ഊണ്ട്. കട്ട്പുത്തലി എന്തോ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗാഡേ ഖൂണ്ട്, ഖൂണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലൊക്കെ പശുവിനെ അല്ലെങ്കിൽ പോത്തിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറ്റി അടിച്ചു വെക്കും മണ്ണിൽ, കുഴിച്ചിട്ട് കുറ്റി തറച്ച് വെച്ചിട്ട് അതിലാണ് കയറ് കെട്ടിയിട്ട് ഈ പശുവിനെ കെട്ടിയിടുന്നത്. എവിടെയെങ്കിലും കൊണ്ടുപോയി പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കെട്ടിയിടുന്നത്. അതിനെയാണ് ഖൂണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട്പുത്തലീനെ ഗാഡേ ഖൂണ്ട് എന്ന് വെച്ചാൽ കട്ട്പുത്തലി അങ്ങനെ ഒരു കുറ്റി അടിച്ചു വെച്ചു, കുറ്റിയായിട്ട് മണ്ണിൽ ഇറക്കി വെച്ചു. ഉസ്മേ നിക്ലെ 900 ഊണ്ട്. അപ്പോൾ അതിൽ നിന്ന് 900 ഊണ്ട്, 900 എന്ന് വെച്ചാൽ 900, 900 ഊണ്ട് ക്യാമൽസ് പുറത്തു വന്നു. ഉൻ ഊണ്ടോ പർ ഹുയി സവാരി. അപ്പോൾ ഈ ക്യാമലിൻ്റെ ഒക്കെ പുറത്ത് സവാരി ചെയ്തപ്പോൾ, അതായത് ട്രാവൽ ചെയ്തപ്പോൾ, മുന്നോട്ട് പോയപ്പോൾ മിലി രാഹമേ ഏക് സുപാരി. മിലി രാഹമേ എന്ന് വെച്ചാൽ വഴിയിൽ നിന്ന് കിട്ടി. എന്താണ് മിലി എന്ന് വെച്ചാൽ കിട്ടി, മിൽന കിട്ടുക. മിലി രാഹമേ ഏക് സുപാരി. സുപാരി എന്ന് വെച്ചാൽ നമ്മൾ അടക്കയില്ലേ, അടക്ക പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അടക്ക, അത് കിട്ടും വഴി തുറണം. ഉസി സുപാരി കോ ജബ് കാട്ട. ആ അടക്ക മുറിച്ചപ്പോൾ, ജബ് കാട്ട എന്ന് വെച്ചാൽ മുറിച്ചപ്പോൾ, കാട്ടന മുറിക്കുക, ജബ് കാട്ട മുറിച്ചപ്പോൾ. ഉസ്മേ നിക്ല 9 മൻ ആട്ട. ഉസ്മേ നിക്ല, അതിൽ നിന്ന് എന്താ പുറത്തു വന്നത്? നിക്ല മീൻസ് പുറത്തു വരിക. അതിൽ നിന്ന് പുറത്തു വന്നു എന്ത്? 9 മൻ ആട്ട. 9 എന്ന് വെച്ചാൽ 9, മൻ എന്ന് വെച്ചാൽ ഒരു മെഷർമെൻ്റ് ആണ്. നമ്മളിപ്പോൾ 1 കിലോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഹിന്ദിയിൽ പറയുന്ന ഒരു മെഷർമെൻ്റ് ആണ് മൻ. അത് 40 kg ആണ്. ഒരു മൻ എന്ന് പറയുന്നത് 40 കിലോ ആണ്, 40 kg. അതുപോലെ 9 മൻ ആട്ട കിട്ടിയിരുന്നു. ആട്ട എന്ന് വെച്ചാൽ എന്താണ്? ഗോതമ്പ് പൊടി. ഉസ് ആട്ടെ പർ നാരിയൽ ഫോഡ. നാരിയൽ ഫോഡ എന്ന് വെച്ചാൽ, നാരിയൽ ഫോഡ്ന മീൻസ് തേങ്ങ ഉടയ്ക്കൂലേ നമ്മൾ, തേങ്ങ അടിച്ച് ഉടയ്ക്കുന്ന കണ്ടിട്ടില്ലേ അമ്പലത്തിലൊക്കെ? അതുപോലെ ഈ ആട്ടയിൽ അടിച്ച് പൊട്ടിച്ചൂത്. ഉസ്മേ നിക്കൽ പട എഗ് ഘോട.
അതിൽ നിന്ന് എന്താ പുറത്തു വന്നത്? ഒരു ഘോഡ. ഘോഡ എന്ന് വെച്ചാൽ ഹോഴ്സ്. കണ്ടോ? ഹോഴ്സ് പുറത്തു വന്നു. ഘോഡെ കോ ജബ് ഏൻറ്റ് ലഗായി. അപ്പം കുതിരേനെ നമ്മൾ ഓടിച്ചപ്പോൾ ആസ്മാനിലെ പहुंचा ഭായി. ആസ്മാൻ എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തേക്ക് എത്തിന്ന്. ഭായി മീൻസ് ബ്രദർ. ഞങ്ങൾ ആകാശത്തെത്തി ബ്രദർ. പായ വഹ എക് ഗുബ്ബാര. അപ്പോൾ അവിടെ എന്താ കണ്ടത്? വഹ എക് ഗുബ്ബാര. ഗുബ്ബാര എന്ന് വെച്ചാൽ ബലൂൺ. ഈ ബലൂൺ കണ്ടുവരണം ആകാശത്ത്. ആകാശത്ത് വേറെയും സാധനങ്ങളുണ്ടല്ലേ, സ്റ്റാർ, അങ്ങനെ ക്ലൗഡ്സ്, പിന്നെ ഇതെന്താ റോക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു ബലൂണും കണ്ടു. ജിസ് പർ ഛേദ് ഹുവേ ധേ 12. ജിസ് പർ എന്ന് വെച്ചാൽ അതിൽ, ഛേദ് ഹുവേ ധേ, ഛേദ് എന്ന് വെച്ചാൽ കണ്ടോ കുഴികൾ. കുഴികളുണ്ടായിരുന്നു. എത്ര എണ്ണം? 12. 12 എന്ന് പറഞ്ഞിരിക്കുന്നത് 12, 12. 12 എന്നാണ് ശരിക്കും എഴുതുന്നത്. ഇപ്പം ഇത് സ്റ്റോറിയിൽ 12 എന്ന് എഴുതിയിരിക്കുന്നത്. 12 എന്ന് വെച്ചാൽ 12 കേട്ടോ. എണ്ണി നോക്കിക്കേ 12 എണ്ണം ഉണ്ടോ എന്ന് കുഴികൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കണ്ടോ. അപ്പോൾ ഏക് ഛേദ് പർ ധാ സ്റ്റേഷൻ. ഒരു കുഴിയിൽ എന്തുണ്ടായിരുന്നു? സ്റ്റേഷൻ. സ്റ്റേഷൻ അല്ലേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, അതിനെയാണ് ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാമങ്ങളിലൊക്കെ മിക്കവാറും നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പറയുന്നത് അല്ലേ. അതുപോലെ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്റ്റേഷൻ. ജിസ് പർ ഖടാ ഹുവാ ഥാ ഇഞ്ചൻ. അപ്പോൾ സ്റ്റേഷനിൽ എന്തുമായിരുന്നു നിർത്തിയിട്ടിരുന്നത്? എഞ്ചിൻ. ഒരു എഞ്ചിൻ, അതായത് ഒരു തീവണ്ടി എഞ്ചിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഉസ് എഞ്ചിൻ കോ ധോയാ ഏസെ ഉസ്മേ നിക്കൽ പടേ ദോ ഭേസെ. അപ്പോൾ എന്താ ചെയ്തേ? ആ എഞ്ചിനെ കഴുകിയപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നു എന്ത്? നിക്കൽ പടേ ദോ ഭേസെ. ദോ 2, ഭേസെ എരുമകൾ. കണ്ടോ? 2 എരുമകൾ പുറത്തു വന്നു. അപ്പം ഭേസെ ലാക്കർ ജോത്താ ഖേത് നാജ് ഹുവാ 1200 സേർ. അപ്പോൾ ഈ ബഫലോസിനെ, ഈ എരുമകളെ കൊണ്ടുവന്ന് ജോത്താ ഖേത്ത്. ഖേത്ത് എന്ന് വെച്ചാൽ വയൽ ഉഴുതു. വയൽ ഉഴുതു മറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെല്ലൊക്കെ കൃഷി ചെയ്യുന്നതിന് മുന്നേ കണ്ടിട്ടില്ലേ, മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി മറിച്ചു കൊടുക്കുന്നത്. അതിനാണ് നിലം ഉഴുതു മറിക്കുക എന്ന് പറയുന്നത്. നാജ് ഹുവ 1200 സേർ. നാജ് എന്ന് വെച്ചാൽ അനാജ് എന്ന് അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യം, നമ്മളുടെ നെല്ലുണ്ടായി. എന്തോരം ഉണ്ടായി? 1200 സേർ. 1200 എന്ന് പറഞ്ഞാൽ 1200. 1200 സേർ. സേർ എന്ന് വെച്ചാൽ ഒരു അളവാണ്. അതുപോലെ നമ്മൾ നാഴി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അളവാണ് സേർ എന്ന് പറയുന്നത്. ഒരു കിലോയും കുറച്ചുകൂടെ കാണും. മോർ ദാൻ 1 കിലോ. ഇത്തിരി കുറച്ചുകൂടെ കാണും. ഖാ ഖാ നാജ് ഹുവേ ദീവാനെ ചലേ ചാൽ ബേഹദ് മസ്താനെ. ഖാ ഖാ നാജ് എന്ന് വെച്ചാൽ ഈ നിലം ഉഴുത് കിട്ടിയ നെല്ല് കഴിച്ചിട്ട് ഹുവേ ദീവാനെ ഭയങ്കര ഹാപ്പിയായി. ചലേ ചാൽ ബേഹദ് മസ്താനെ ഹാപ്പിയായി, എൻജോയ് ചെയ്ത് പോയി. അതാണ് നമ്മളുടെ സ്റ്റോറി കേട്ടോ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഏക് ജാദുയി പിട്ടാര. एक पिटारा हमने खोला, उसमें से निकला गप्पू गोला. गोले पर जब बांधी सुतली, लगा नाचने बन कठपुतली. कठपुतली ने गाड़े घूंट, उसमें निकले 900 ऊंट. उन ऊंटों पर हुई सवारी, मिली राह में एक सुपारी. उसी सुपारी को जब काटा, उसमें निकला 9 मन आटा. उस आटे पर नारियल फोड़ा,
उसमें निकल पड़ा एक घोड़ा। घोड़े को जब ऐंठ लगाई, आसमान ले पहुंचा भाई। पाया वहां एक गुब्बारा, जिस पर छेद हुए थे भारा। एक छेद पर था स्टेशन, जिस पर खड़ा हुआ था इंजन। उस इंजन को धोया ऐसे, उसमें निकल पड़े दो भैंसे। भैंसे लाकर जोता खेत, नाज हुआ 1200 शेर। खा खा नाज हुए दीवाने, चले चाल बेहद मस्ताने. ഓക്കെ, അപ്പം എല്ലാവരും വായിച്ചു നോക്കുക. നല്ലപോലെ പഠിക്കാം കേട്ടോ. ബൈ ബൈ.